ഈ സുവിശേഷം ഇത് നമ്മൾ എവിടെയാണ് വെക്കുന്നത്? ഇത് നമ്മൾ ഇവിടെ എവിടെയാണോ വെക്കുന്നത്? അല്ല, ഇത് എവിടെയാണ് വെക്കുന്നത്? എവിടെയാണ് ഇത് വെക്കുന്നത്? അൾത്താരയിലാണ്. അൾത്താരയുടെ പ്രതീകം എന്താണ്? കർത്താവിന്റെ ബലിപീഠം. ഞാനിപ്പോ ഈ സുവിശേഷം എടുത്തു വന്ന സമയത്ത് എന്നെ മനസ്സിലാക്കി ഞാനിത് പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ എനിക്ക് എന്തോ ഇത് പറയണമെന്നുള്ളൊരു ചിന്ത തീർന്നതാണ്. അപ്പൊ അങ്ങനെ പറയുവാണ്, ഈ കർത്താവിന്റെ സിംഹാസനമാണ് ഇത് അൾത്താര എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ കബറിടം. അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് അൾത്താര എന്ന് പറയുമ്പോൾ ഈ സ്ഥലം മൊത്തം നമ്മൾ അൾത്താരയായിട്ട് കാണും അല്ലേ? ഇത് അങ്ങനെയാണോ? ശരിക്കും അല്ല. അൾത്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലിയർപ്പിക്കുന്ന ഈ പീഠം, ബലിപീഠം, അതാണ് ശരിക്കും ഓൾട്ടർ അല്ലെങ്കിൽ അൾത്താര. അതൊന്ന് പറഞ്ഞു തരുന്ന എനിക്ക് തോന്നി. കാരണം സാധാരണയായിട്ട് നമ്മൾ പറയും അൾത്താരയിൽ അൾത്താര, അൾത്താര ഈ സ്ഥലം മുഴുവൻ അൾത്താരയായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല. ഇതിന് പറയുന്ന പേരെന്താ? ഈ സ്ഥലത്തെ മൊത്തത്തിൽ പറയുന്ന പേരെന്താ? മധുബ. മധുബഹ. മധുബഹ നമ്മുടെ 9ാം ക്ലാസ്സിലെ കാറ്റീസം കുട്ടികളുടെ പുസ്തകത്തിൽ കറക്റ്റായിട്ട് ടീച്ചറിനെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. മധുബഹയാണ് ഈ സ്ഥലം മുഴുവൻ. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലത്തിന് പറയുന്ന പേരെന്താ? ഒരു സ്ഥലത്ത് പറഞ്ഞു അച്ഛൻ ആ സാധനം ബൊമ്മയിൽ വെച്ചിട്ടുണ്ടോ? ബൊമ്മയല്ല, ബേമയാണ് കേട്ടോ. അപ്പൊ ബേമ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ബേമ എന്ന് പറഞ്ഞാൽ മലയാളത്തില് വചനവേദി, അതായത് വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടമാണ് വചനവേദി അല്ലെങ്കിൽ ബേമ എന്ന് പറയുന്നത്. ബേമയിലാണ് കുർബാന